ഹലോ മൈ ഡിയർ വേൾഡ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വ്ളോഗ് ആൻഡ് വ്ളോഗ് പൊന്നലൂർ. ഇന്നൊരു തട്ടിക്കൂട്ട് മുട്ട ബിരിയാണിയാണേ. മൂത്തയാൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല, അതുകൊണ്ട് ആൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമല്ലോ. ഇന്നാണെങ്കിൽ മീൻ കിട്ടിയതുമില്ല. അങ്ങനെ ഒരു തട്ടിക്കൂട്ടും മുട്ട ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ച്. മുൻപ് എപ്പോഴോ വാങ്ങിച്ച അരിയിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ അത് വെച്ചിട്ടൊരു ബിരിയാണി. അരി ആദ്യമേ ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെച്ചേ. 3 മുട്ടയും പുഴുങ്ങി വെച്ചു. ഒരു 5 സവാള, ഒരു 2 തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചോറിന് ആവശ്യമുള്ള പട്ട ഗ്രാമ്പു ഐറ്റംസ് എല്ലാം റെഡിയാക്കി വെച്ചു. അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെക്കണേ. എന്നിട്ട് അതിൽ ചൂടായി വരുമ്പോൾ എണ്ണ ചേർക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ പുഴുങ്ങിയ മുട്ടയ്ക്കകത്ത് കുറച്ച് മസാല ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ മുട്ട. സാധാരണ ഞാൻ പ്രഷർ കുക്കറിലാണ് മുട്ട ബിരിയാണി വെക്കുന്നത്. ഈ പാത്രം ഒരാൾ ഗിഫ്റ്റ് തന്നത്, ഇതുവരെ ഉദ്ഘാടിച്ചിട്ടില്ല. എന്നാൽ ഇത് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. മുട്ട വറുത്ത് കോരി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് സവാള ചേർക്കുക. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റണം, പച്ചമണം മാറുന്നിടം വരെ. അന്നേരം ഈ 2 തക്കാളിക്കകത്ത് എടുത്തു വെച്ചിരിക്കുന്ന 2 തക്കാളിയിൽ 1.5 തക്കാളി നമ്മൾ പ്യൂരിയായിട്ട് ചേർക്കുന്നുണ്ട്. ബാക്കി അരിഞ്ഞ് അല്ലാതെയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഒരു 3/4 സ്പൂൺ ഗരം മസാലപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും, ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്, എടുത്ത് നന്നായി വഴറ്റുക. മസാലയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പം കുറച്ച് പുതിനയിലയും തൈരും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ചേർത്ത് നന്നായി ഈ മിക്സുമായിട്ട് യോജിപ്പിക്കണം. അരിയും ഈ മസാലകളുമായി നന്നായി മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ എനിക്ക് 2.25 ഗ്ലാസ് അരി ഉണ്ടായിരുന്നേ. ഞാൻ 4.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടേ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മൂടി വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി തിളച്ച് വരുമ്പം സ്ലോ ഫ്ലെയിം ആക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. തട്ടിക്കൂട്ട് ബിരിയാണി റെഡി. അപ്പം ടാറ്റാ.